ആദ്യമായിട്ട് ഞങ്ങളോട് വായിക്കാൻ പറഞ്ഞത് എം പിയും അന്നത്തെ സീനിയേഴ്സായിട്ടുള്ളവരും പറഞ്ഞത് സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ബെർണാലിൻ്റെ JD ബെർണാൽ, ഫേമസ് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം എഴുതിയ 4 വോള്യൂമുള്ള പുസ്തകമാണ്. അതിൽ പറയുന്നത് തന്നെ ഒരു സോഷ്യൽ ഡൈമെൻഷൻ ഓഫ് സയൻസ് ആൻഡ് ഡിസ്കവറീസ് ആണ് അതിൽ. സോ കോൺഗ്രസ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്ലേഡ് എ കാറ്റലിറ്റിക് റോൾ എന്ന് പറയാം. ഒരു രാസത്വരകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റോളുണ്ടായിരുന്നു. പക്ഷേ പിന്നീടത് സ്വാഭാവികമായിട്ട് കുറേ കൂടെ മുന്നോട്ട് പോയപ്പോൾ അന്നത്തെ ലോക സാഹചര്യവും സോവിയറ്റ് യൂണിയൻ, ചൈന, അതുമാതിരിയുള്ള ലോക സാഹചര്യവും പുരോഗമനം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആദ്യകാലത്ത് സൈലൻറ്റ് വാലി എല്ലാ ഗവൺമെൻറ്റുകളും ഞങ്ങളുടെ നിലപാടിനെ എതിർത്തതാണ്. EMSഉം നയനാരും അച്യുതമേനോനും ആൻ്റണിയും PK വാസുദേവൻ നായരും എല്ലാവരും തന്നെ. പക്ഷേ പിന്നീട് അവർ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. I don't know whether they corrected themselves, but they realized the significance. കുട്ടിക്കാലം എങ്ങനെയാണ്? ഞാനൊരു നാടൻ പരിസരത്താണ് വളർന്നത്. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്ത് എന്ന് പറയും. ഒരു ഇടത്തരം വില്ലേജ്. ബാക്ക്വേർഡാണോ ചോദിച്ചാൽ അതെ, എന്നാൽ ശരിക്കും ആണോ ചോദിച്ചാൽ അല്ല. കാരണം 1956 തന്നെ 1956 തന്നെ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ട്. എല്ലാ വീടുകളിലും വന്നില്ലെങ്കിലും ലൈൻ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഒരു ഞങ്ങൾ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ മദ്രാസ് പ്രസിഡൻസി ഭാഗമായിട്ട് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ഉണ്ടായിരുന്നു, ലോക്കൽ ഗവൺമെൻറ്. മലബാറിന് മൊത്തത്തിൽ ഇന്നത്തെ ജില്ലാ പഞ്ചായത്ത് മാതിരി, പക്ഷേ ഇതിനേക്കാൾ വളരെയധികം അധികാരവും പോപ്പുലാരിറ്റിയും ഉണ്ടായിരുന്നു അതിന്. PT ഭാസ്കര പണിക്കരാണ് അന്ന് പ്രസിഡൻ്റായിട്ട് വന്നത് തിരഞ്ഞെടുപ്പിൽ. ഒരുപാട് വില്ലേജ് ലൈബ്രറികൾ. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഒരു ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്ഥലം. അതിൻ്റെ അടുത്താണ് ലൈബ്രറി. അപ്പോൾ ഒരു 2 മിനിറ്റ് നടന്നാൽ ലൈബ്രറിയിലെത്തും. അപ്പോൾ അവിടെ വലിയവരൊക്കെ ഷീട്ട് കളിക്കും, പത്രങ്ങളൊക്കെ വായിക്കും. അപ്പോൾ 2-3 പത്രങ്ങൾ വരും. നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രധാന ഒരു പബ്ലിക് സർവീസ് എന്ന് പറയുന്നത് തന്നെ അന്ന് തന്നെ ഈ പ്രാദേശിക ലൈബ്രറികൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ചെറിയൊരു ഗ്രാൻറ്റ് കൊടുക്കും. ഏതെങ്കിലും 1-2 പത്രം ഫ്രീ ആയിട്ടും കൊടുക്കും. അപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ വലിയ കുട്ടികളെ ഒരുപാട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാരണം അന്ന് എല്ലാ വീടുകളിലും പത്രങ്ങളൊന്നും വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ കളിക്കുന്നതോടൊപ്പം ഈ പത്രവായനയും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വലിയവരെടുത്ത് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ കസിൻസായ പെൺകുട്ടികൾക്ക് വേണ്ടി പുസ്തകം എടുത്തു കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ പുസ്തകവുമായിട്ട് അഭിരുചി. പിന്നെ എൻ്റെ കസിൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് കേൾക്കും. അന്ന് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കേൾക്കും. അപ്പോൾ വലിയവർ ഞങ്ങളോട് പറയും, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പറയാൻ സാധിക്കണമെങ്കിൽ ന്യൂസ് കേൾക്കണം. മെൽവിൽ ഡിമെല്ലോ എന്നാണ് അന്നത്തെ ന്യൂസ് റീഡറുടെ ഒരു പേര്, ഒരു ആംഗ്ലോ ഇന്ത്യൻ. അപ്പോൾ നന്നായിട്ട് കമൻട്രിയും അടിക്കുന്നതും പിന്നെ ന്യൂസ് വായിക്കുന്നതൊക്കെ ആളായിരുന്നു. ഞങ്ങൾ അതൊക്കെ കേൾക്കും. നരി കോൺട്രാക്ടർ പാർസി ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പട്ടോടി. അപ്പോൾ ഇവരുടെയൊക്കെ ക്രിക്കറ്റുകൾ ഈ റേഡിയോയിൽ കൂടെ കണ്ടിട്ട് ഞങ്ങൾ ആഹ്ലാദിക്കും. സോ അങ്ങനെ ഒരു പൊതുവേ ഒരു എന്താ പറയുക, ഈ പുസ്തകങ്ങളോടും റേഡിയോയിലോടും ആഴ്ചപ്പതിപ്പിനോടും
അരവിന്ദിൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും ഒക്കെ ആദ്യ ലക്കം മുതൽ തന്നെ വായിക്കാനായിട്ട് സാധിച്ചു. പിന്നെ അങ്ങനെയുള്ള കൂട്ടുകാരുടെ കമ്പനികളായിരുന്നു. സ്കൂളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുക, കഥാമത്സരങ്ങളിൽ, പ്രസംഗ മത്സരം, കയ്യെഴുത്ത് മത്സരം, കവിത ചൊല്ലൽ. അപ്പോൾ ഇതിനൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു നമ്മളറിയാതെ തന്നെ കുട്ടിക്കാലത്തിൻ്റെ പരിസരം നമ്മളെ സ്വാധീനിച്ചു എന്ന് പറയാം. സ്വാധീനിക്കാത്തവരുമുണ്ട് അവരുടേതായിട്ടുള്ള കാരണങ്ങളാൽ. പക്ഷേ അങ്ങനെ ഒരു പശ്ചാത്തലം കേരളത്തിലെ ഗ്രാമങ്ങളിൽ തന്നെ പല ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നതും അതിൻ്റെയൊക്കെ ഒരു ഗുണഭോക്താവ് എന്നുള്ള നിലയിലാണ് ഈ ശാസ്ത്രം. അങ്ങനെ പ്രത്യേകിച്ച് സയൻസുമായിട്ടല്ല ഞാൻ എൻ്റെ ബന്ധം, വായനയിലായിരുന്നു കൂടുതൽ. MT വാസുദേവൻ നായരുടെ കഥകൾ, മറ്റ് കവിതകൾ, വൈലോപ്പള്ളിയുടെ കവിതകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വള്ളത്തോളിൻ്റെ കവിതകൾ, അങ്ങനെ കിട്ടുന്നത് എന്തും വായിക്കും. എനിക്കത് അറിയില്ല അത്ര, കാരണം ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ അത് കണ്ടു വളർന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ 49 ജനിച്ചത്. അപ്പോൾ എനിക്ക് ഞാനൊരു 59 ആകുമ്പോഴാണ്, 10 വയസ്സാകുമ്പോഴാണ് ഈ ലൈബ്രറിയിലൊക്കെ പോകാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ അതുണ്ട് അവിടെ. അപ്പോൾ അതിനു മുമ്പ് 4-5 കൊല്ലം മുമ്പ് തന്നെ അത് വന്നിട്ടുണ്ടാവണം. 50കളിൽ നേരിട്ട് തന്നെ വന്നിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി വലിയ ഓർമ്മകളൊന്നുമില്ല. എനിക്ക് ഓർമ്മ ഉള്ളത് ഈ കുറേ ചെറുപ്പക്കാർ ബീഡിയും വലിച്ച് ഞങ്ങൾ പത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഷീട്ട് കളിക്കും. ഷീട്ട് കളിക്കാൻ വേണ്ടി വരുന്ന ഈ കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവമേ ഉള്ളൂ. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് എന്നുള്ള നിലയിലല്ല, വിജ്ഞാനം എന്നുള്ള നിലയിൽ. അത് എനിക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത്, ഞാൻ ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ബോംബെയിലോട്ട് പോകേണ്ടി വന്നു. നാട്ടിലെ വിക്ടോറിയ കോളേജിൽ ചേർന്നെങ്കിലും 1 മാസത്തിൽ കൂടുതൽ അവിടെ പഠിത്തം തുടരാൻ സാധിച്ചില്ല. അപ്പോൾ തന്നെ എൻ്റെ പഠിത്തം നിർത്തി. ബോംബെയിലേക്ക് വരണമെന്ന് ജ്യേഷ്ഠന്മാരും വീട്ടിലെ അമ്മമാരും ഒക്കെ കൽപ്പിച്ച്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് പലരും ബോംബെയിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ BA-യും MA-യും ഒക്കെ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ലെക്ചറായിട്ട് ഇരിക്കുമ്പോഴാണ് എനിക്ക് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് ഇവിടെ കിട്ടി. ഇവിടെ അപ്ലൈ ചെയ്യാൻ ഒരു പ്രധാന കാരണം, ഇത് പിന്നെ സ്ഥാപിച്ചത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ KN രാജ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങളുടെ പ്രൊഫഷനിൽ വളരെയധികം. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫസറോട് ചോദിച്ചു, ഇവിടെ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യണോ അതോ ഞാൻ തിരുവനന്തപുരത്ത് ഡോക്ടർ രാജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് റിസർച്ച് അസോസിയേറ്റ് ആയിട്ട്, അപ്പോൾ ഇന്നത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നുള്ള നിലയ്ക്ക്, അത് MA പാസ്സായതേ ഉള്ളൂ, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞു അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. കാരണം ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ചെറുപ്പക്കാർ പോകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ അറിയപ്പെടും. നേരെ മറിച്ച് ബോംബെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായി എല്ലാ മഹാരഥന്മാരാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അറിയപ്പെടണമെങ്കിൽ ഒരു 10-15 കൊല്ലം കഷ്ടപ്പെടേണ്ടി വരും PhD ഒക്കെ കഴിഞ്ഞിട്ട്. സോ യു ബെറ്റർ ഗോ ടു എ റീജിയണൽ ഷോപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ CDSൽ വന്നു. CDSൽ വന്ന് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ എമർജൻസി പീരീഡിൽ 75-ൽ പത്രങ്ങളൊക്കെ വായിക്കുമായിരുന്നുകൊണ്ട് എനിക്കെന്തുകൊണ്ടോ എനിക്കെന്നറിയില്ല, എനിക്ക് മലയാളം വായിക്കാനും, ബോംബെയിൽ 8 കൊല്ലം ഉണ്ടായിരുന്നെങ്കിലും മലയാളം വായിക്കും. 10ാം ക്ലാസ്സിൽ കൂടുതൽ ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, കുങ്കുമം, മനോരമ, അതുമാതിരിയുള്ള ആഴ്ചപ്പതിപ്പുകൾ, അവിടെ കേരള സമാജത്തിൻ്റെ ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം എടുക്കൽ, അങ്ങനെയുള്ള പതിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ MP പരമേശ്വരൻ ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നിട്ട് ഞങ്ങൾ ചെറുപ്പക്കാരായ കുറേ പേരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിൽ ആദ്യം സംസാരിച്ച ഒരാളിൽ ഞാനാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നൊരു സംഘടനയുണ്ട്. അതിൽ എല്ലാ സബ്ജക്റ്റും ലും പ്രാവീണ്യമുള്ള ആൾക്കാരെ വേണം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കേരളത്തിൻ്റെ
ഞങ്ങൾ CDSൽ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് അന്ന് ഒരുപാട് വർക്ക് ചെയ്യുന്ന കാലങ്ങളായിരുന്നു പലരും. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇവിടെ ചെയ്യുന്ന റിസർച്ചിനെ കുറിച്ചൊക്കെ മലയാളത്തിൽ എഴുതാനും പ്രചരിപ്പിക്കാനും ഒക്കെ ആൾക്കാരെയൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ചെറുപ്പക്കാരെല്ലാവരും വേണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രേരണയിലാണ് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പോയത്. അവിടെ പോയപ്പോൾ ഏറ്റവും നല്ലൊരു അനുഭവം എന്ന് പറയുന്നത്, ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വെറും ഫിസിക്കൽ സയൻസ് മാത്രമല്ല, ഭൗതിക ശാസ്ത്രങ്ങൾ മാത്രമല്ല, സാമൂഹിക ശാസ്ത്രവും വേണം എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളോട് വായിക്കാൻ പറഞ്ഞത് MP-യും അന്നത്തെ സീനിയേഴ്സായിട്ടുള്ളവരും പറഞ്ഞത് സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ബർണാലിൻ്റെ JD ബർണാൽ, ഫേമസ് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം എഴുതിയ 4 വോള്യൂമുള്ള പുസ്തകമാണ്. അതിൽ പറയുന്നത് തന്നെ ഒരു സോഷ്യൽ ഡൈമെൻഷൻ ഓഫ് സയൻസ് ആൻഡ് ഡിസ്കവറീസ് ആണ്. അതിൽ എങ്ങനെയാണ് തനി ശാസ്ത്രം ആ നോളേജ് സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, എന്ത് സാഹചര്യത്തിലാണ്, ആരാണത് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്, ആർക്കാണത് ഗുണകരമാവേണ്ടത്, അതിൻ്റെ സോഷ്യൽ ഫങ്ഷൻ എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പുരോഗമന ചിന്താഗതിയുടെ ചട്ടക്കൂടിൽ നിന്ന് സയൻസിൻ്റെ വളർച്ചയെ, ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയെ വിലയിരുത്തുന്ന തരത്തിലുള്ള ഒരു പുസ്തകമായിരുന്നു. അത് വായിച്ച ഉടനെ തന്നെ വലിയ ആവേശമായി. അതായത് നമ്മൾ പഠിക്കുന്ന, ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രമാണ് എന്നെ മാതിരിയുള്ളവരൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പരിഷത്തിൽ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അവരൊക്കെ ഒന്നുമില്ല എഞ്ചിനീയർമാർ, ഇല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി എന്ന് പഠിച്ചിട്ടുള്ള അധ്യാപകരെ, അങ്ങനെയുള്ളവരാണ് കൂടുതലും. അപ്പോൾ അതിനവിടെ ഒരു ഇടം ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ശാസ്ത്ര പരിഷത്തിൽ വെറും നമ്മൾ വിളിക്കുന്ന ഭൗതികശാസ്ത്ര വിഷയങ്ങൾ മാത്രമല്ല കൈകാര്യം ചെയ്യേണ്ടത്, എല്ലാ വിജ്ഞാന മേഖലകളെയും കൈകാര്യം ചെയ്യുകയും ആ വിജ്ഞാന മേഖലയിൽ നടക്കുന്ന വികാസങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും അതിനോടൊപ്പം, ആ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം, അതായത് സയൻസ് ഡിസെമിനേഷൻ, അതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ആ പ്രശ്നങ്ങൾക്ക് ഇതുമാതിരിയുള്ള ഒരു സയൻറ്റിഫിക് ഔട്ട്ലുക്കിലൂടെ പരിഹാര മാർഗങ്ങൾ എങ്ങനെ കാണാമെന്ന് ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നോളേജും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് പരിഷത്തിൻ്റെ, ചിലപ്പോൾ പറയാതെ പറഞ്ഞതും ചിലപ്പോൾ നമ്മൾ ബോധപൂർവം പറഞ്ഞുമൊക്കെ ശ്രമിച്ചത്. അങ്ങനെ ആദ്യം പ്രകൃതി ശാസ്ത്രം സമൂഹം എന്നുള്ളൊരു കൊച്ചു പുസ്തകം ഡോക്ടർ MP പരമേശ്വരൻ എഴുതി. അത് ജനങ്ങളുടെ അടുത്ത് പോയി, ഗ്രാമങ്ങളിലൊക്കെ പോയി ക്ലാസ്സുകളായി സംഘടിപ്പിച്ചു. ഈ അടിയന്തരാവസ്ഥക്കാലത്ത് രാഷ്ട്രീയം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിന് ഭയങ്കര സ്വീകാര്യമാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗ്രാമങ്ങളിലൊക്കെ പോയി അത് ചെയ്ത സമയത്ത്, അപ്പം ഞാനില്ല, അതിന് കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത്, 76. അപ്പോഴാണ് MP-യും കൂട്ടുകാരും ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതണം, ഒരു ചെറിയൊരു കൈപ്പുസ്തകം. അങ്ങനെ കേരളത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു 4 രൂപ വിലയുള്ള ഒരു ചെറിയൊരു കൈപ്പുസ്തകം തയ്യാറാക്കി. MP പരമേശ്വരൻ, ഞാൻ, അന്തരിച്ച ഡോക്ടർ KN ശ്യാംസുന്ദരൻ നായർ, കൃഷി ശാസ്ത്രജ്ഞൻ, പ്ലാനിംഗ് ബോർഡിലുണ്ടായിരുന്ന ആളാണ്. പിന്നെ എൻ്റെ CDSലെ എൻ്റെ കലീഗ്സായിരുന്ന, സഹപ്രവർത്തകരായിരുന്ന അന്ന് ജോൺ കുര്യൻ, ഫിഷറീസിനെ കുറിച്ച്, ഡോക്ടർ നാരായണൻ നായർ കന്നുകാലി സമ്പത്തിനെക്കുറിച്ച്, പിന്നെ PR ഗോപിനാഥൻ നായർ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, CTS നായർ, ഡോക്ടർ CTS നായർ ഇപ്പോൾ അവിടെ മലപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം FAOയിൽ ചീഫ് എക്കോണമിസ്റ്റൊക്കെ ആയിട്ട് പോയി. അദ്ദേഹം ഫോറസ്ട്രിയെക്കുറിച്ച്. അപ്പോൾ ഇതേവരെ ചിന്തിക്കാത്ത തരത്തിലുള്ള വിഷയങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു പോപ്പുലർ ലാംഗ്വേജിൽ, ഞങ്ങൾ പലരും ഇംഗ്ലീഷിലൊക്കെയാണ് എഴുതിയത്, അതെല്ലാം മലയാളത്തിലാക്കി അതിനെ വേണ്ട വിധം ഒരു പാകപ്പെടുത്തി ഒരു കറി ഉണ്ടാക്കുന്ന മാതിരി ഈ അസംസ്കൃത സാധനങ്ങളെയൊക്കെ വേവിച്ചെടുത്ത് ചെയ്തത് MP പരമേശ്വരനാണ്. അത് വലിയ സക്സസ്സായി. ആ പുസ്തകം 10 15 എഡിഷൻ പ്രിൻ്റ് ചെയ്യേണ്ടി വന്നു. ആദ്യം തന്നെ 10,000 ക്ലാസ്സുകൾ ഉദ്ദേശിച്ചത് 30,000 ക്ലാസ്സായി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ ഡിമാൻഡ് തുടങ്ങി. അങ്ങനെ ഒരു 76 തുടങ്ങിയ ഒരു 86 90 വരെ ഈ പുസ്തകം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് ഈ ശാസ്ത്രീയ മനോഭാവം, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു
പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത്. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 62 തുടങ്ങുമ്പോൾ അന്ന് ശാസ്ത്രജ്ഞനായുള്ളവരെ കൊണ്ട് ശാസ്ത്രീയ വിഷയങ്ങളെ മലയാളത്തിൽ എഴുതി ആഴ്ചപ്പതിപ്പുകളിലും പുസ്തകമായിട്ടുമൊക്കെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു. അതിന് മുൻകൈ എടുത്ത ഒരു പത്രാധിപരായിരുന്നു NV കൃഷ്ണവാര്യർ, കോഴിക്കോട് ആഴ്ചപ്പതിപ്പ്. അദ്ദേഹം പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞരെ കൊണ്ട് എന്തുചൂടൻ, കേരളത്തിലെ പക്ഷികൾ, പിന്നെ കേരളത്തിലെ പാമ്പുകൾ, ഇതൊക്കെ മനോഹരമായിട്ട് അത് സ്കൂളിൽ അത് കുട്ടിക്കാലത്ത് വായിച്ചതിൻ്റെ ഓർമ്മ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഭാസ്കരൻ നായർ, ഡോക്ടർ ഭാസ്കരൻ നായർ, ഫിസിക്സ് പ്രൊഫസർ, അങ്ങനെയുള്ളവരെ കൊണ്ടൊക്കെ എഴുതിക്കും. പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള VK ദാമോദരൻ, അതുമാതിരിയുള്ള ആൾക്കാരെ കൊണ്ടുമൊക്കെ ആഴ്ചപ്പതിപ്പിൽ അങ്ങനെ അദ്ദേഹം അതിനെ ജനകീയവൽക്കരിക്കാൻ ഒരു പരിധി വരെ ആദ്യകാലത്ത് ശ്രമിച്ചു. പിന്നീട് ഈ 70കളുടെ മധ്യത്തിന് ശേഷം നേരിട്ട് പോയി ക്ലാസ് എടുക്കുന്ന വിധത്തിൽ അങ്ങനെ വളണ്ടിയേഴ്സിനെ സൃഷ്ടിച്ചു. അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അധ്യാപകരായിരുന്നു. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ്, പ്രകൃതിദത്തമായിട്ടുള്ളൊരു ആവാസകം എന്ന് പറഞ്ഞാൽ സ്കൂളുകൾ, അതിലത്തെ അധ്യാപകർ. അതിൽ കൂടിയാണ് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ അടിത്തറ പാകാനായിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് സാധിച്ചത്. കുട്ടികൾക്ക് വേണ്ടി ശാസ്ത്ര ക്ലബ്ബുകൾ ഉണ്ടാക്കി. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇടയ്ക്ക് സമ്മാനപ്പെട്ടികളായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി, ചെറിയ കുട്ടികൾക്ക് വേണ്ടി യൂറിക്ക എന്ന് പറഞ്ഞ മാസിക, പിന്നെ കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് വേണ്ടി ഹൈസ്കൂൾ ശാസ്ത്ര കേരളം, അതിനു മുമ്പ് തന്നെ ശാസ്ത്രഗതി കുറച്ചുകൂടി കോളേജ് കുട്ടികൾക്കും അതുമാതിരിയുള്ളവർക്കും. ഈ മൂന്നും ഇന്നും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ഡിമാൻഡുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസകരമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ 2 തരം പ്രവർത്തനങ്ങൾ. ഒന്ന്, നേരിട്ട് ടീച്ചർമാരിൽ കൂടെ അധ്യാപകരായിട്ടുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ മെമ്പറിൽ കൂടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, പിന്നെ സ്കൂളുകളിലെ കുട്ടികളെ സ്കൂളിന് പുറത്ത് ക്യാമ്പുകളും മത്സര പരീക്ഷകളും ഒക്കെ, ഔട്ട് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ, നോട്ട് കറിക്കുലം ബേസ്ഡ് പക്ഷേ ജീവിതം ബേസ്ഡ് ആയിട്ടുള്ള, അങ്ങനെ ശാസ്ത്ര കൗതുക പരീക്ഷയിലൊക്കെ ഒരുപാട് കുട്ടികൾ വരാൻ തുടങ്ങി. എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ ഇറക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ കുറേ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടി എഴുതി. സയൻസ് വിഷയങ്ങളിലൊക്കെ ഒരുപാട് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഈ അധ്യാപകർ ഒരു അടിത്തറയായിട്ട് മാറി. അപ്പോൾ ആദ്യം കുറച്ചുകൂടി ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ളവരായിരുന്നു, സയൻറ്റിഫിക് വർക്കൊക്കെ ചെയ്യുന്നവരായിരുന്നു പരിഷത്തിൻ്റെ ആദ്യകാലത്ത്. അത് കുറച്ചുകൂടി ഒന്ന് ബ്രോഡൻ ചെയ്തപ്പോൾ ഈ അധ്യാപകരായി. മൂന്നാമത്തെ ഇതിൽ അധ്യാപകർ പോയിട്ട് ഇപ്പോൾ ആർക്കും ആവാം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആർക്ക്, അതിപ്പോൾ നിങ്ങൾ PWയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായിരിക്കും, LCT ബോർഡിലായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല തൊഴിലില്ലാത്ത ചെറുപ്പക്കാരായിരിക്കും, പഠിച്ചവരായിരിക്കും. എല്ലാവരും ചുരുങ്ങിയതൊരു ഗ്രാജുവേഷനെങ്കിലും ഉള്ളവരാണ് പരിഷത്തിലെ അംഗങ്ങളിൽ ഒട്ടുമുക്കാലും. കുറച്ച് പ്രവർത്തന പരിചയമുള്ള ഇപ്പോൾ കെട്ടിട തൊഴിലാളികൾ, അതുമാതിരിയുള്ള തെങ്ങുകയറ്റ തൊഴിലാളികൾ, പക്ഷേ വളരെ ബുദ്ധിപരമായിട്ട് വളരെയധികം അവർക്ക് അവസരം കിട്ടാതെ പോയവരാണ്. അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് ദി എഡ്യൂക്കേറ്റഡ് യങ്സ്റ്റേഴ്സ്. ആൻഡ് നൗ ദാറ്റ് യങ്സ്റ്റേഴ്സ് പറഞ്ഞാൽ ഇപ്പോൾ അവരൊക്കെ എന്നെമാതിരി വയസ്സായി. ഇപ്പോൾ കുറേ കൂടി ചെറുപ്പക്കാർ നിങ്ങളെയൊക്കെ മാതിരി ഈ കമ്മ്യൂണിക്കേഷനിൽ ടെക്നോളജി വന്നതോട് കൂടിയിട്ട് ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അതൊക്കെ വന്ന് ലൂക്ക എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റും അവരുടെ ആക്ടിവിറ്റീസും ഉണ്ടല്ലോ. സോ നൗ ഇറ്റ് ഈസ് ടേക്കിംഗ് ദ മീഡിയ ഓഫ് ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ എക്കോണമി ബേസ്ഡ് കോൺവെർസേഷൻസ്, കോൺടാക്റ്റ്, ടീച്ചിങ്, ഡിസെമിനേഷൻ എന്ന് പറയുന്ന ഒരു രീതി വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വരമൊഴി വാക്കാലുള്ള ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡബ്ലി. പിന്നെ പ്രിൻ്റ് വഴി, പിന്നെ വാമൊഴി, വരമൊഴി, പിന്നെ നിങ്ങളുടെ ഈ പുതിയ മീഡിയം ആയിട്ടുള്ള, അങ്ങനെ 3 വിവിധ പ്ലാറ്റ്ഫോമുകളായിട്ട് കുറേയൊക്കെ നിൽക്കുന്നുണ്ട്.
കുറേ കൂടി ഗവേഷണ രംഗത്ത് വർക്ക് ചെയ്യുന്നവരെ ആവശ്യമുണ്ട്. അങ്ങനെ വരുന്നവരെ ആകർഷിക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര സാധിക്കുന്നുണ്ടോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. അത് മേ ബി ഇറ്റ് ഈസ് മൈ പേഴ്സണൽ വ്യൂ. കുറേ പേര് ഫുഡ് സോൾജേഴ്സാണ്. ഒരു ആർമി ആകുമ്പോൾ ജനറൽമാർ മാത്രം പോരല്ലോ, സോൾജേഴ്സും വേണം. ഇപ്പം അങ്ങനെ സോൾജേഴ്സും ഉണ്ട്. രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ ആരോപണമുണ്ട്, ഒരു പാർട്ടിയുടെ ചായ്വുള്ളവരാണ് കൂടുതലും. അത് കുറേയൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ജനങ്ങളെ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളിനെ കുറിച്ച് അത് സ്വതന്ത്രമായിട്ടുള്ളൊരു നിലപാടെടുത്തു. പിന്നെ പരിസരത്തിൻ്റെ ആദ്യകാലത്ത് സൈലൻറ്റ് വാലി എല്ലാ ഗവൺമെൻറ്റുകളും ഞങ്ങളുടെ നിലപാടിനെ എതിർത്തതാണ്. EMSും നയനാരും അച്യുതമേനോനും ആൻ്റണിയും PK വാസുദേവൻ നായരും എല്ലാവരും തന്നെ. പക്ഷേ പിന്നീട് അവർ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. I don't know whether they corrected themselves, but they realized the significance. ഇന്നത്തെ മാതിരി എന്ത് വന്നാലും ചെയ്യും എന്നുള്ള ഒരു പ്രസ്താവനയൊന്നും അവരുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. സോ പിന്നെ ഈ ചാലിയാറിൻ്റെ കുട്ടനാടിൻ്റെ പ്രശ്നത്തെക്കുറിച്ച്, പിന്നെ ഈ ഹൈവേയുടെ ഇടിഞ്ഞു പോയില്ലേ, അതിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ, ആശാ സമരത്തിൽ, അങ്ങനെ പലതിലും, പിന്നെ PM ശ്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അത് ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത് സ്കൂളുകളുടെ വിദ്യാഭ്യാസ നിലവാരം, സ്കൂൾ എഡ്യൂക്കേഷനിൽ. കാരണം കൂടുതലും അധ്യാപകരായതുകൊണ്ട് അതിലൊരുപാട് ഇടപെട്ടിട്ടുണ്ട്. ചിലതൊക്കെ അവർ ഗവൺമെൻറ് പരിപാടികളെ കുറേ കൂടി DPEP ഒക്കെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മൈ ഫീലിംഗ് ഈസ് ഇറ്റ് ഈസ് സ്റ്റിൽ പെർഫോമിങ് എ യൂസ്ഫുൾ സോഷ്യൽ ഫങ്ഷൻ എന്ന് പറയാം. അതിൻ്റെ കാരണം ചരിത്രപരമാണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഈ കേരളത്തിൽ പല വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ ഇടതുപക്ഷം അല്ലെങ്കിൽ ഒരു കുറേ കൂടെ ലിബറലായിട്ട് ജനങ്ങളുമായിട്ട് അടുത്ത് നിന്ന് പണ്ടൊക്കെ നേരത്തെയൊക്കെ പ്രവർത്തിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. ഇവിടെ നേരെ മറിച്ച് ഇവിടെ അതിനേക്കാൾ കൂടുതൽ ഇടത് ആയിട്ടുള്ളത് അൺഡിവൈഡഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ആദ്യകാലങ്ങളിൽ കോൺഗ്രസ്സാണ് ഈ സാമൂഹ്യ പരിഷ്കരണത്തെ തുടർന്നുണ്ടായ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിന്നത്, ഗാന്ധിയൻ പ്രസ്ഥാനത്തിന് മുന്നിൽ നിന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന വിഭാഗം കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. സോ കോൺഗ്രസ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്ലേഡ് എ കാറ്റലിറ്റിക് റോൾ എന്ന് പറയാം. ഒരു രാസത്വരകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റോളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് സ്വാഭാവികമായിട്ട് കുറേ കൂടെ മുന്നോട്ട് പോയപ്പോൾ അന്നത്തെ ലോക സാഹചര്യവും, സോവിയറ്റ് യൂണിയൻ, ചൈന, അതുമാതിരിയുള്ള ലോക സാഹചര്യവും, പുരോഗമനം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിൽ ബൈ നെസസിറ്റി നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ ജനാധിപത്യവും അതിൽ നിന്ന് ഇപ്പോൾ റഷ്യയിലെ മാതിരിയോ ചൈനയിലെ മാതിരിയോ പരിചയമുള്ള ജനാധിപത്യം നിരാകരിച്ചു കൊണ്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം ആയിരുന്നില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മുടെ ഈ എന്താ പറയുക സാമൂഹ്യ പ്രസ്ഥാനങ്ങളും അവിടെ നടന്നിട്ടുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങളെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാഹിത്യത്തിൽ പുരോഗമന പ്രസ്ഥാനം വന്നു, പിന്നെ നാടകത്തിൽ KPSC വന്നു, ലൈബ്രറി മൂവ്മെൻറ്റിൽ അതിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു, ഗാന്ധിയന്മാരും ഉണ്ടായിരുന്നു, പിന്നെ ഇടതുപക്ഷ സ്വഭാവമുള്ളവരും, മലബാറിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷവും ഇവിടെയൊക്കെ ഗാന്ധിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ രണ്ടിലും ഒരേ തരത്തിലുള്ള പുരോഗമനമാണ്. കാരണം വായന, അക്ഷരം, ആൾക്കാരെ അറിവുകൊണ്ട് തന്നെ ഡെമോക്രറ്റൈസേഷൻ ഓഫ് നോളജ് എന്ന് പറയാവുന്ന ഒരു തരത്തിൽ. അപ്പോൾ മിക്ക പ്രസ്ഥാനങ്ങളും ഇടവ് ചായവുള്ള പ്രസ്ഥാനങ്ങളായിരുന്നു. പിന്നെ ഇതിൻ്റെ മുൻകൈ എടുത്തത് ഇപ്പോൾ ആദ്യകാലത്ത് NV കൃഷ്ണവാര്യരും PT ഭാസ്കരപ്പണിക്കരും അവരൊക്കെ അന്ന് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലല്ലെങ്കിലും അവർ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. സോ ഈ പരിസരം ഇൻഫ്ലുവൻസ് ചെയ്തു ദ ലാർജർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ദി ത്രസ്റ്റ് ഓഫ് ദി എക്സിസ്റ്റിംഗ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് were driven by left ideology. So left became equated with progressivism. പുരോഗമനം, ഇടത് എന്നാൽ പുരോഗമനവും വലത് എന്നാൽ യാഥാസ്ഥിതികവും
എന്നുള്ള ഒരു ഡെഫിനിഷനിൽ വന്നപ്പോൾ യഥാർത്ഥ ഇടത് അല്ലെങ്കിൽ കൂടിയിട്ട് പലർക്കും ജനാധിപത്യ സ്വഭാവമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം. സോ ഇറ്റ് ഈസ് എ ബേസിക്കലി കണ്ടീഷനിങ് ബൈ ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റാൻസസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫോഴ്സസ് എന്ന് പറയാം. അങ്ങനെ ഒരു സ്വാഭാവികമായ വളർച്ച ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ വന്നത് 75-76 അപ്പം എനിക്ക് അതിന് മുമ്പ് കരിഷത്ത് അങ്ങനെ ഒരു പബ്ലിക് ഇഷ്യൂവിൽ വളരെ പ്രകടമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അവർ പോസിറ്റീവായിട്ട് സാക്ഷരതാ പ്രസ്ഥാനത്തിൽ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൊക്കെ കൂടെ നിന്ന്, കാരണം ഇറ്റ് ഈസ് ഒരു കസിനെ മാതിരിയാണല്ലോ, ഈ അക്ഷരങ്ങളുടെ വ്യാപനമല്ലേ അതിൽ ഉണ്ടായിരിക്കും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എ പബ്ലിക് പ്രൊട്ടസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറയാവുന്നതെങ്കിൽ അത് സൈലൻറ്റ് വാലി ആയിരിക്കണം. ചാലിയാർ, സൈലൻറ്റ് വാലി, എൻവയറമെൻ്റൽ പ്രശ്നം ആണ് യഥാർത്ഥത്തിൽ പരിഷത്തിനെ ഒരു ആൾ ഇന്ത്യ തലത്തിൽ അറിയപ്പെടാൻ കാരണമായിട്ടുള്ള ഒരു സംഭവ വികാസം എന്ന് പറയാം.